ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശി മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ, ഈ വീട് ചന്ദ്രികയ്ക്ക് പോയല്ലോ, ഇനി എന്താ ചെയ്യുക? ഇനി ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ സാധിക്കില്ല. മേഘയെ വിശ്വസിച്ചിട്ട് അവസാനം ഈ ഗതി ആയല്ലോ. മേഘയെ വിശ്വസിച്ചത് കാരണം മഹേന്ദ്രനെയും ലക്ഷ്മിയെയും തള്ളി പറയുകയും ചെയ്തു. അവരിങ്ങനെ ആത്മകഥം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയ്യോ ദൈവമേ, ഇനി ഞാൻ എവിടെ പോവും എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് മനോഹരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, എവിടെ നിന്ന് വന്നുവോ അവിടെ തന്നെ പോവാൻ നോക്ക്. വായ് പൂട്ടി മിണ്ടാതെ നിൽക്കടാ. ഞാൻ എവിടെ നിന്നാ വന്നേന്ന് നിനക്കറിയുമോ? മുത്തശ്ശി മനോഹരൻ അവരുടെ ആ ഒരു വന്ന വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എവിടെയോ അനാഥയായിട്ട് ജീവിച്ചിരുന്ന എന്നെ വലിയ മനസ്സ് തോന്നിയിട്ട് ഇവിടെ ഒരു അഗതി മന്ദിരം പോലെ അല്ലെങ്കിൽ താമസിക്കാൻ ഒരിടം തന്ന വലിയ മനുഷ്യനാണ് ഇവിടുത്തെ മുത്തശ്ശനായ ത്യാഗരാജൻ. മുത്തശ്ശി അദ്ദേഹം ചെയ്ത ആ ഒരു സൽക്കർമ്മവും അതുപോലെ തന്നെ തിരിച്ച് അവരോട് ചെയ്ത ആ ഒരു കാര്യവും വന്ന വഴികളൊക്കെ ഓർമ്മിച്ചുകൊണ്ടാണ് മനോഹരനോട് പറയുന്നത്, ഞാനൊന്നും ഈ വീട്ടിൽ വലിയ മഹാറാണിയായിട്ട് വന്നതൊന്നുമല്ല. ത്യാഗരാജൻ മുത്തശ്ശൻ്റെ അല്ലെ അദ്ദേഹത്തിൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി വന്ന ഒരു വീട്ടുവേലക്കാരി മാത്രമായിരുന്നു ഞാൻ. മുത്തശ്ശി ആ ഒരു കാലഘട്ടമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ത്യാഗരാജനെയും മഹേന്ദ്രനെയും ചതിച്ചിട്ട് എങ്ങനെ ഈ വീട് സ്വന്തമാക്കാം എന്നായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ ചിന്ത. അത് മേഘയെ കൊണ്ട് നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ദൈവം എല്ലാം എൻ്റെ അടുത്തു നിന്നും വീണ്ടും തിരിച്ചെടുത്തു. ഇനി എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? മനോഹരൻ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ തെരുവിൽ നിന്നാണ് വന്നത്. വീണ്ടും നിങ്ങൾ രണ്ടുപേരും എന്നെ തെരുവിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു. ചേച്ചി, എന്തിനാ ഇങ്ങനെ ഓരോന്ന് പിച്ചുമ്പേയും പറയുന്നത്? മേഘ നിങ്ങളെ അങ്ങനെ തെരുവിലേക്കൊന്നും അയക്കില്ല. പക്ഷേ മുത്തശ്ശിക്ക് അപ്പോഴും ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്. അപ്പം മനോഹരൻ കൂളായിട്ടാണ് പറയുന്നത്, ഈ വീടല്ലെങ്കിൽ എന്താ, പുറത്ത് വലിയൊരു വീടെടുത്തിട്ട് എല്ലാവരും കൂടി വാടകയ്ക്ക് അവിടെ പോയി സന്തോഷത്തോടെ ജീവിക്കും. അപ്പം മുത്തശ്ശി പറയാണ്, പിന്നെ നീയല്ലേ പറഞ്ഞത് മേഘയുടെ കയ്യിൽ കാശില്ലാന്ന്, പിന്നെ എങ്ങനെയാന്ന് വാടകയ്ക്ക് വീട് കണ്ടുപിടിക്കുക? അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അവളുടെ അടുത്തില്ലെങ്കിൽ എന്താ, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ടല്ലോ. അപ്പം മുത്തശ്ശി പൊത്തി നിൽക്കുകയാണ്. അവസാനം ഇവരുടെ കണ്ണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡിൽ വന്ന് വീണോന്ന് അവർ ചിന്തിക്കുന്നത്. എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെന്നോ? അതെ ചേച്ചി, നിങ്ങളെ ലോക്കറിൽ ഒരുപാട് സ്വർണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മേഘ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി ഇങ്ങനെ കുശുമ്പോടെ നിൽക്കുകയാണ്, ഇതൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് വിചാരിച്ചിട്ട്. ആ സ്വർണം വെച്ചിട്ട് നല്ലൊരു വീടെടുത്ത് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. മനോഹരൻ പറഞ്ഞു കേട്ടത് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ, എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണത്തിലാണോ അടുത്ത കണ്ണ് വെച്ചിരിക്കുന്നത്? അയ്യയ്യോ, എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണ്ണമുള്ള കാര്യം ഇവർക്കും അറിയായിരുന്നോ? മുത്തശ്ശി ഇങ്ങനെ പേടിയോടെ മേഘയുടെ വരവും കാത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും മേഘ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. മേഘ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, മുത്തശ്ശി എന്താ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ഇങ്ങ് എടുക്ക്. അത് കേട്ടത് മുത്തശ്ശി മേഘയെ നോക്കുവാണ്. അത് വിറ്റിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്കോ ലീസിനോ എടുക്കാം. എന്താ പറഞ്ഞത്? എൻ്റെ സ്വർണം വിറ്റിട്ട് വാടകയ്ക്ക് വീടെടുക്കാമെന്നോ? എൻ്റെ മേഘ, എത്രയോ സ്വത്തുക്കളാണ് ലക്ഷ്മി നിൻ്റെ പേരിൽ എഴുതി തന്നത്. കമ്പനി വേറെ, വീട് വേറെ, അങ്ങനെ എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ സ്വർണം ചോദിക്കുകയാണോ? എൻ്റെ ഒന്നുമില്ല, പോവാൻ നോക്ക്. എന്താ മുത്തശ്ശി പറഞ്ഞത്? നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ലാന്നോ? നിങ്ങൾ ഒരുപാട് സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒക്കെ ചിലവായിപ്പോയി. മേഘ തൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയാലോ എന്ന് ഭയന്നിട്ട് മുത്തശ്ശി കള്ളം പറയുകയാണ്. അപ്പോൾ മേഘ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി പറയുന്നത്? അതേ മേഘ, മുത്തശ്ശി കള്ളമാണ് പറയുന്നതെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മേഘയ്ക്കും മനോഹരനും മനസ്സിലായതുമാണ്. അതുകൊണ്ട് തന്നെ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ കള്ളം പറയുന്ന പോലെയാണല്ലോ ഉള്ളത്. എടാ, ഞാൻ എന്തിനാടാ കള്ളം പറയുന്നത്? മനോഹരൻ്റെ നേരെ തട്ടിക്കയറുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ശരി മുത്തശ്ശി, നിങ്ങളുടെ ജ്വല്ലറി ബോക്സിലൊന്നും സ്വർണ്ണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഉള്ള സ്വർണ്ണങ്ങൾ ഇങ്ങ് ഊരിത്താ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ കയ്യിലും കഴുത്തിലും നോക്കുവാണ്. അയ്യോ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നമുക്ക് ഇതെല്ലാം വിറ്റിട്ട് ലീസിന് വീടെടുത്തിട്ട് പോവാം. അപ്പം മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, അയ്യോ തിരക്ക് പിടിച്ചിട്ട് ഇതൊക്കെ അഴിച്ചു വെക്കാൻ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം തലക്ക് തന്നെ അടിക്കുകയാണ്. മേഘയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു ഫലം ഉണ്ടാവില്ല എന്നുള്ളത് മുത്തശ്ശിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊച്ചുമകളായതുകൊണ്ട് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും വയ്യ.
അപ്പോൾ മേഘ ഇങ്ങനെ മുത്തശ്ശി തന്നെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി ആലോചിക്കുന്നത്? ആദ്യം ആ സ്വർണ്ണമൊക്കെ ഒന്ന് അഴിച്ചതാ. മനസ്സോടെ മാലതി മുത്തശ്ശി സ്വർണ്ണമൊക്കെ അഴിച്ചിട്ട് മേഘയ്ക്ക് കൊടുക്കുവാണ്. അപ്പോൾ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ പയ്യെ അഴിക്കുന്നുള്ളൂ. അപ്പോഴേക്കും മനോഹരൻ കയറി ഇടപെടുകയാണ്. മനോഹരൻ അയ്യോ ഒന്ന് അഴിച്ചതാ ചേച്ചി എന്നും പറഞ്ഞിട്ട് അയാൾ ധൃതി പിടിച്ച് അഴിക്കുകയാണ്. പിന്നീടുള്ള മാലയൊക്കെ ആണെങ്കിലും മുത്തശ്ശി വയ്യാത്ത പോലെ അഴിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. മുത്തശ്ശി ഓരോന്ന് മെല്ലെ മെല്ലെ അഴിക്കുന്ന സമയത്ത് മനോഹരൻ പറയുന്നുണ്ട്, ആ വൈരത്തിൻ്റെ നെക്ലേസ് ഞാൻ അഴിക്കാം. അവർ സങ്കടത്തോടെ അതും അഴിച്ചു കൊടുക്കുവാണ്. അവർക്ക് അവരുടെ സ്വർണം പോകുന്ന ആലോചിച്ചിട്ട് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെയാണ് സ്വർണം കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, നിന്നെ വിശ്വസിച്ച ആ ഒരു തെറ്റിന് എൻ്റെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ നീ അഴിച്ചു വാങ്ങിയല്ലേ? അപ്പോൾ ഒരു സംശയത്തോടെയാണ് മേഘ മുത്തശ്ശിയെ നോക്കുന്നത്. അത് കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കാതെ മേഘ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. മനോഹരനും മുത്തശ്ശി ഒരു കള്ളലക്ഷണത്തോടെ നോക്കുവാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതല്ല, എന്തോ ഒന്ന് മറക്കുന്നത് പോലെ തോന്നുന്നല്ലോ. മനോഹരനും പറയുന്നുണ്ട്, ആ എനിക്കും അങ്ങനെ തോന്നി. അയ്യോ, എനിക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല മേഘ. ശരി, തൽക്കാലം ഇത് മതി. അമ്മ വാ പോയിട്ട് വരാം. പുറത്ത് പോയി വീട് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മേഘ പുറത്തേക്ക് പോവുകയാണ് മനോഹരനെ വിളിച്ചിട്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മുഖം ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി, മേഘയെ വിശ്വസിച്ചാ കഴുത്തിലും കയ്യിലിരിക്കുന്ന ആഭരണങ്ങൾ മാത്രമല്ല, കിഡ്നി വരെ അടിച്ചു മാറ്റി വിൽക്കും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? താൻ മനസ്സിൽ ചിന്തിച്ച കാര്യം അതേപോലെ മനോഹരൻ പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശിക്ക് അതിശയാവുകയാണ്. നീ പറഞ്ഞത് ശരിയാടാ, നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതും ചെയ്യുമെന്ന് എനിക്കിപ്പോൾ പേടിയുണ്ട്. എന്നിട്ട് അവർ നെഞ്ചത്തടിച്ച് ഇങ്ങനെ കരയുന്ന പോലെ ആക്കുകയാണ്. അപ്പോൾ മനോഹരൻ തിരിഞ്ഞു നടക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളത് ആദ്യം ആലോചിച്ചതാണ്, പിന്നെ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ്. അയ്യോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി നെഞ്ചത്തടിച്ച് വീണ്ടും വീണ്ടും കരയാണ്. മേഘയുടെ അടുത്തും ഇവൻ്റെ അടുത്തും കുറച്ചുകൂടി ശ്രദ്ധയോടെ ജീവിക്കണം എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എന്നെ കൊന്നിട്ട് കുഴിയിൽ കുഴിച്ചിട്ടിട്ട് എൻ്റെ സ്വർണവും കിഡ്നിയും ഒക്കെ അടിച്ചു മാറ്റുമെന്നാണ് തോന്നുന്നത്. അതും പറഞ്ഞ് പരിതപിച്ചിട്ട് അവർ കരയാണ്. മാലതി മുത്തശ്ശിക്ക് അവരുടെ സ്വർണം പോയത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതേസമയം പിറ്റേന്ന് ചന്ദ്രികയും മഹേന്ദ്രനും സിദ്ധാർത്ഥും ലക്ഷ്മിയും ഒക്കെ കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അകത്ത് കയറിയ സമയത്ത് പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, വരൂ മഹേന്ദ്രൻ സർ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു കുറവും ഇല്ലാതെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. മഹേന്ദ്രൻ സന്തോഷത്തോടെ കൂടി തന്നെയാണ് പറയുന്നത്. ഒരുപാട് സന്തോഷം. കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. മേഘ പണയം വെച്ച വീട് നിങ്ങളുടെ മകളായ ചന്ദ്രിക തിരിച്ചെടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി. അതെ സ്വാമി, നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്. ചന്ദ്രിക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മേഘ നഷ്ടപ്പെടുത്തി എൻ്റെ വീട് തിരിച്ചെടുത്തത്. അതുകൊണ്ടാണ് വീടിൻ്റെ ആധാരം എടുത്തുകൊണ്ട് വന്നത്. സ്വാമിയുടെ പാദത്തിൽ വെച്ചിട്ട് പൂജ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. അതിനെന്താ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. തട്ട് ഇങ്ങോട്ട് തരൂ. അപ്പോൾ ചന്ദ്രികയുടെ കയ്യിലൊരു തട്ടിൽ കുറേ പൂവുകളും അതുപോലെ ആ വീടിൻ്റെ ആധാരമൊക്കെ ഉണ്ടായിരുന്നു. അത് ചന്ദ്രിക പൂജാരിക്ക് കൈമാറുവാണ്. അദ്ദേഹം ആധാരം പൂജിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഇവരെല്ലാവരും ചേർന്നിട്ട് പ്രാർത്ഥനയോട് കൂടിയാണ് നിൽക്കുന്നത്. അർച്ചന കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്കെല്ലാവർക്കും ആരതി ഒഴിയാൻ കൊടുക്കുകയും അതിനുശേഷം ആ ഒരു പ്രസാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പൂജാരി. പൂജിച്ചതിന് ശേഷം ആധാരം തിരിച്ചേൽപ്പിക്കുകയാണ്. അവരെല്ലാവരും ആധാരം തൊട്ട് തൊഴുന്നുണ്ടായിരുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തിന് ഇനി മാനനഷ്ടമോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പൂജാരി അവരോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന പരിഹാരം മുടങ്ങാതെ ചെയ്യൂ. അത് കേട്ടപ്പോൾ അവരൊക്കെ ഒന്ന് ചെറുതായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം തങ്ങളുടെ വീട്ടിലെന്തോ ഇനിയും പ്രശ്നമുണ്ടോ എന്നവർ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, പറയൂ സ്വാമി, നിങ്ങൾ പറഞ്ഞത് അതുപോലെ ചെയ്തോളാം. ഇന്നു മുതൽ 9 ആഴ്ച നവഗ്രഹങ്ങളെ 9 തവണ ചുറ്റി വരണം. ആ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കുറവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതവും കിട്ടും. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും കൂടി ചന്ദ്രികയും സിദ്ധുവിനെയും നോക്കുവാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി മഹേന്ദ്രൻ സ്വാമിയോട് പറയുന്നുണ്ട്, അതേ സ്വാമി, ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും നല്ലൊരു ജീവിതം കിട്ടണം. പക്ഷേ മഹേന്ദ്രൻ അത് പറഞ്ഞ സമയത്ത് മലറിൻ്റെ മുഖം ആകെ ഒരു ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. അവൾക്കെന്തോ അത് യോജിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അമ്മയെ പൂർണ്ണമായിട്ടും സിദ്ധുവിന് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയും സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അപ്പം മഹേന്ദ്ര സ്വാമിയോട് പറയുന്നുണ്ട്, അതാണ് ഇനി ഞങ്ങളുടെ ജീവിതത്തിലുള്ള ആകെ ലക്ഷ്യം. ചന്ദ്രികയെ സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കടമ
പൂർണ്ണമായും അവസാനിക്കും. പക്ഷെ അത് കേട്ട സമയത്ത് മലര് സിദ്ധാർത്ഥിനെ നോക്കുവാണ്. സിദ്ധു ആണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ചന്ദ്രികയെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയും ചെറിയൊരു നാണത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ചന്ദ്രികയും സിദ്ധാർത്ഥും അവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മനസ്സിൽ ചിന്തിച്ച് നവഗ്രഹങ്ങളിലെ ആ ഒരു ഭാഗം ചുറ്റി വരണം. അതൊക്കെ കേൾക്കുമ്പോൾ മലരിനിങ്ങനെ ദേഷ്യം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജാരി അവരോടും കൂടെ പറയുന്നുണ്ട്, നിങ്ങളും അവർക്കൊപ്പം പോയി ആ ഒരു നവഗ്രഹങ്ങളെ ചുറ്റിയിട്ട് വരൂ. ശരി, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, നമുക്ക് ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ നവഗ്രഹങ്ങളെ 9 തവണ ചുറ്റിയിട്ട് വരാം. ചന്ദ്രികയും സിദ്ധുവും നമുക്കൊപ്പം നവഗ്രഹങ്ങളെ ചുറ്റാൻ വരട്ടെ. ശരി ലക്ഷ്മി, നമുക്ക് ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, വാ എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ എല്ലാവരെയും ആനയിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവരെല്ലാവരും ചേർന്നിട്ട് ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെ നവഗ്രഹങ്ങളെ 9 തവണ ചുറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് സ്വാമിയുടെ അടുത്തെത്തിയ സമയത്ത് അദ്ദേഹം സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, നവഗ്രഹങ്ങൾ ചുറ്റിയിട്ട് വന്നു? ചുറ്റിയിട്ട് വന്നു, അവർ സന്തോഷത്തോടെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുല്ലപ്പൂവ് സിദ്ധാർത്ഥിന് നേരെ നീട്ടിക്കൊണ്ട് പറയാണ്, എങ്കിൽ ഇത് നിൻ്റെ കൈകൊണ്ട് തന്നെ ചന്ദ്രികയുടെ തലമുടിയിൽ ചൂടിക്കൊടുക്ക്. അത് കേട്ടപ്പോൾ ചന്ദ്രിക പെട്ടെന്നൊന്ന് പതറുവാണ്. സിദ്ധുവും അങ്ങനെ തന്നെ, കാരണം മഹേന്ദ്രനും ലക്ഷ്മിക്കും മുന്നിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ മഹേന്ദ്രനും ലക്ഷ്മിക്കും അത് ആലോചിച്ചപ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. പക്ഷെ നേരെ മറിച്ചിട്ട് മലറിനാണെങ്കിൽ അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. സിദ്ധുവിനും ഒരു ചെറിയ ചമ്മലുണ്ടായിരുന്നു പൂജാരി ആ ഒരു മുല്ലപ്പൂ കൊടുത്ത സമയത്ത്. ചന്ദ്രികയും നാണത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയെയും മഹേന്ദ്രനെയും നോക്കിക്കൊണ്ടാണ് സിദ്ധാർത്ഥ ആ ഒരു മുല്ലപ്പൂ വാങ്ങിയിട്ട് ചന്ദ്രികയുടെ തലയിൽ ചൂടിക്കൊടുക്കുന്നത്. ലക്ഷ്മിക്കും മഹേന്ദ്രനും അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. പക്ഷേ മലരിങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. മലരിനെ നോക്കുന്തോറും അവൾക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ പൂജാരി വന്നിട്ട് ചന്ദ്രികയോടും സിദ്ധാർത്ഥിനോടും ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം വീഴാൻ പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരനുസരിക്കുന്നുമുണ്ട്. അതിനുശേഷം അവരെല്ലാവരും ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘയും മനോഹരനും കൂടി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. മേഘയാണെങ്കിൽ വല്ലാത്ത വെപ്രാളത്തിലാണുള്ളത്. അപ്പോൾ മാലതി മുത്തശ്ശി വന്നിട്ട് മേഘയോട് ചോദിക്കുന്നുണ്ട്, മേഘ, ഇന്നലെ വീട് ലീസിന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലേ, എന്തായി? വീട് കിട്ടിയോ? നമുക്ക് ഇപ്പം തന്നെ പോകാം അല്ലേ? അത് ചോദിക്കുന്ന സമയത്ത് മേഘ ആകെ ടെൻഷനോടെയാണ് നിൽക്കുന്നത്. അവൾക്ക് എന്താ മുത്തശ്ശിയോട് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അവൾ മനോഹരനെ ഇടങ്ങണിട്ട് നോക്കുവാണ്. മനോഹരനും അതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണ് മുത്തശ്ശിയോട് കാര്യം അവതരിപ്പിക്കുക എന്നുള്ള ടെൻഷനിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശിക്ക് ഇവരുടെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അപകടം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്? വീട് കണ്ടെത്തിയോ ഇല്ലയോ? ഇല്ല മുത്തശ്ശി. അതെന്താടി? മുത്തശ്ശി ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മേഘ കുറച്ചൊരു ഭയത്തോടെയാണ് പറയുന്നത്, അത് പിന്നെ വാടകയ്ക്ക് വീടെടുക്കാനുള്ള പണം ഇല്ല മുത്തശ്ശി. അപ്പോൾ അവരിങ്ങനെ വാ പൊത്തി നിൽക്കുകയാണ് മുത്തശ്ശി. മനോഹരനും ആകെ പേടിയോടെയാണ് നിൽക്കുന്നത്, ചേച്ചിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പണം ഇല്ലെന്നോ? പിന്നെ പിന്നെ എന്തിനാ എൻ്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് പോയത്? മേഘ മനോഹരനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സ്വർണം വിറ്റ കാശൊക്കെ എന്ത് ചെയ്തു? സ്വർണം വിറ്റ കാശൊക്കെ ആയിട്ട് ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പോകുമായിരുന്നു. ആ സമയത്ത് കടക്കാരെല്ലാവരും ചേർന്ന് എന്നെയും അമ്മാവനെയും ചേർന്ന് പിടിച്ചു നിർത്തി. അപ്പം മുത്തശ്ശി ഇങ്ങനെ വാ പൊത്തി നിൽക്കുകയാണ്. അയ്യോ, എൻ്റെ സ്വർണം! അവരെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണവും എടുത്തിട്ട് പോയി. മേഘ വലിയൊരു കുലുക്കമൊന്നുമില്ലാതെയാണ് പറയുന്നത്. മുത്തശ്ശി നെഞ്ചി തല്ലി കരയാണ്. അയ്യോ അയ്യോ അയ്യോ, സ്വർണം വിറ്റ കാശെല്ലാം കടക്കാർ എടുത്തോണ്ട് പോയിന്നോ? എന്തൊക്കെയാ മേഘ നീ പറയുന്നത്? അതെ മുത്തശ്ശി, ഇപ്പോൾ ലീസിന് വീടെടുക്കാനുള്ള പണം കൂടി കയ്യിലില്ല. എങ്ങോട്ടേക്കാ പോകുകയെന്ന് പോലും അറിയില്ല. അതാ ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കുന്നത്. മേഘ വളരെ ദയനീയമായിട്ട് പറയാണ്. അപ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, നിന്നെ കോടീശ്വരി ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാ നീ എന്നെ പിച്ചക്കാരിയാക്കിയടി. മുത്തശ്ശി പറഞ്ഞത് സത്യമായതുകൊണ്ട് മേഘ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം എല്ലാ സ്വത്തുക്കളും കിട്ടിയിട്ട് ഒരു കാര്യമില്ലാതെയാണ് മേഘ മുഴുവനായിട്ട് നശിപ്പിച്ചത്. അപ്പോൾ മേഘ തലതാഴ്ത്തി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.